And our goal is not in hand. ഹായ് എവരി വൺ, വെൽക്കം ടു സ്റ്റാർഡസ്റ്റ് അക്കാഡമി. ഞാൻ റോഷ്ന. നമുക്കിന്ന് പഠിക്കാനുള്ളത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ തന്നെ റേഷ്യോ അനാലിസിസ്. നമ്മൾ കുറച്ച് റേഷ്യോസ് പഠിച്ചല്ലേ ഓൾറെഡി. അതിൽ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ആണ്. പ്രോഫിറ്റബിലിറ്റി റേഷ്യോസിൽ തന്നെ പല ടൈപ്പ് ഉണ്ട്. അതിൽ ജനറൽ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. നമുക്ക് ആദ്യം നോക്കാം എന്താണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്. Profitability ratios are a class of financial ratios. Financial ratios ആണ് that are used to assess the ability of a business to generate earnings. ഒരു ബിസിനസ്സിന് എത്രത്തോളം ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നതെന്നാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. റിലേറ്റീവ് ടു ഇറ്റ്സ് റവന്യൂ, അത് റിലേറ്റീവ് ടേം ആയിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത്ര ഏർണിങ്സ് ഉണ്ട്, ഇത്ര റവന്യൂ ഉണ്ടാകുമ്പം ഇത്ര ഏർണിങ്സ്. അപ്പോൾ ഒന്നിക്കൽ അത് റവന്യൂയുടെ റിലേറ്റീവ് ആയിട്ട് നമുക്ക് കാണിക്കാം, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റിൻ്റെ റിലേറ്റീവ് ആയിട്ട് കാണിക്കാം, ബാലൻസ് ഷീറ്റിലെ അസറ്റ്സിൻ്റെ കാണിക്കാം, അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി. അപ്പോൾ ഏതിനെങ്കിലും റിലേറ്റീവ് ആയിട്ട് ഏതെങ്കിലും ഒന്ന് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഏർണിങ്സ് എത്രത്തോളം ഇൻക്രീസ് ചെയ്തു അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്തു, അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് ആണ്, ഇതൊക്കെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. These ratios show how well companies use their existing assets to generate profit and value to shareholders. ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ട് അവിടെ കിടക്കുന്ന അസറ്റ്സ് വെച്ചിട്ട് എത്രത്തോളം ആ കമ്പനി പ്രോഫിറ്റ് ഉണ്ടാക്കി എന്നാണ് നമ്മളിവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. എ ബിസിനസ് ഫേം ഈസ് ബേസിക്കലി എ പ്രോഫിറ്റ് ഏർണിംഗ് ഓർഗനൈസേഷൻ അല്ലേ. അപ്പോൾ പ്രോഫിറ്റ് ഏർണിംഗ് ആണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള എയിം. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇൻകം സ്റ്റേറ്റ്മെന്റ് ഓഫ് എ ഫേം ഷോസ് ദ പ്രോഫിറ്റ് ഏൺഡ് ബൈ ദ ഫേം ഡ്യൂറിംഗ് ദ അക്കൗണ്ടിംഗ് പീരിയഡ്. അപ്പോൾ ഈ പ്രോഫിറ്റ് നമുക്ക് എവിടെ നിന്ന് കാണാൻ പറ്റും? ഇൻകം സ്റ്റേറ്റ്മെന്റ് നോക്കിയാലാണ് നമുക്ക് പ്രോഫിറ്റ് കാണാൻ പറ്റുന്നത് അല്ലേ. ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്ന് പറയാം. Profitability is an indication of the efficiency with which the operations of a business are carried on. ഇപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് വെച്ചിട്ടാണ് നമുക്ക് ആ ബിസിനസ് എത്ര എഫിഷ്യൻ്റ് ആയിട്ടാണ് നടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കാം. നല്ല പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാം അവിടുത്തെ ബിസിനസ് നല്ല എഫിഷ്യൻ്റ് ആയിട്ട് നടന്നു പോകുന്നുണ്ടെന്ന് പറയാം അല്ലേ. Poor operational performance may indicate poor sales and hence poor profit. ഇപ്പോൾ ഒരു കമ്പനിയിലാണെങ്കിൽ അവിടെ സെയിൽസും കുറവാണ്, സെയിൽസ് കുറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പ്രോഫിറ്റ് കുറയും. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് പറയാം അവിടുത്തെ ഓപ്പറേഷണൽ പെർഫോമൻസ് വളരെ മോശമാണെന്ന് പറയും അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഫേമിൻ്റെ മൊത്തത്തിലുള്ള എഫിഷ്യൻസിയാണ് നമ്മൾ ഇതിലെ കൂടി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അവിടുത്തെ പെർഫോമൻസ് എത്രത്തോളം നല്ലതാണ്, എത്രത്തോളം മോശമാണെന്നാണ് ഈ റേഷ്യോസ് കാണിക്കുന്നത്. ഇനി പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് നമുക്ക് പഠിക്കാം. അതിൽ ഫസ്റ്റ് ജനറൽ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് റേഷ്യോസ് ഉണ്ട്, അത് ആദ്യം പഠിക്കാം. ഇപ്പോൾ ജനറൽ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസിൽ ഫസ്റ്റ് വൺ ആണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഇസ് ദ റേഷ്യോ ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ടു റവന്യൂ ഫ്രം ഓപ്പറേഷൻ. സിംപ്ലി പറയുകയാണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100, അത്രയേ ഉള്ളൂ. ഗ്രോസ് പ്രോഫിറ്റ് ടു റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സെയിൽസ്. It expresses the relationship between gross profit and sales. ഇത്ര സെയിൽസ് ഉണ്ടാകുമ്പോൾ അതിൽ ഇത്രയാണ് ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ടാകുന്നതെന്നാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ റേഷ്യോ എങ്ങനെ കാണാം? ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഈക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ റവന്യൂ ഫ്രം ഓപ്പറേഷൻ, ദാറ്റ് ഈസ് നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഇപ്പോൾ ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻ മൈനസ് കോസ്റ്റ് ഓഫ് റവന്യൂ ഫോർ ഓപ്പറേഷൻസ്. ഇപ്പോൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സെയിൽസിൻ്റെ കോസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റ് എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? പഴയ ട്രേഡിംഗ് അക്കൗണ്ട് ആലോചിക്കുക. ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ സെയിൽസ് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. ഡെബിറ്റ് സൈഡിൽ എന്തൊക്കെയാണ് നമ്മൾ കാണിക്കാറ്? പെർച്ചേസ് ഉണ്ടാവും, ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടാവും, പിന്നെ ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടാവും അല്ലേ. ക്രെഡിറ്റ് സൈഡിൽ സെയിൽസും അതേപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്കും ഉണ്ടാവും. അപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് കാണുന്നത് അല്ലേ. അത് തന്നെയാണ് ഇവിടുത്തെയും ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻ, സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വന്ന കോസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ചാർജ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ബാക്കിയുള്ള സെയിൽസ് അല്ലാതെ ബാക്കി എന്തൊക്കെ ചാർജ് ചെയ്യും. അപ്പോൾ കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെബിറ്റ് സൈഡിൽ എന്തൊക്കെ ഉണ്ടാവും? ഓപ്പണിംഗ് സ്റ്റോക്ക്, പെർച്ചേസ്, ഡയറക്റ്റ് എക്സ്പെൻസ്, മൈനസ് ക്രെഡിറ്റ് സൈഡിൽ എന്തുണ്ടാവും? ക്ലോസിംഗ് ഇൻവെൻട്രി അല്ലേ. ഇതാണ് കോസ്റ്റ് ഓഫ് റവന്യൂ ഫോർ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് തിരിച്ചും ചെയ്യാം. റവന്യൂ ഫ്രം ഓപ്പറേഷനും ഗ്രോസ് പ്രോഫിറ്റും കഴിഞ്ഞാൽ ബാക്കിയുള്ള സാധനങ്ങളാണല്ലോ ഇത് ട്രേഡിംഗ് അക്കൗണ്ടിൽ. അപ്പോൾ നമുക്ക് തിരിച്ചും ചെയ്യാം.
റവന്യൂ ഫ്രം ഓപ്പറേഷൻ മൈനസ് ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ മൈനസ് ഗ്രോസ് പ്രോഫിറ്റ് ചെയ്ത് കഴിഞ്ഞാലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സിംപ്ലി എന്ത് ചെയ്യുക, ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ആലോചിക്കുക. ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ എങ്ങനെയാണ് ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, സെയിം വേയിൽ തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ ഇക്വേഷൻ വെച്ച് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് സെയിൽസ് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് അല്ലെ, ക്രെഡിറ്റ് സൈഡിൽ മൈനസ് ഡെബിറ്റ് സൈഡിലുള്ള സാധനങ്ങൾ ചെയ്തിട്ടും ചെയ്യാം. ഇപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് കാണാം, റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സെയിൽസ് അല്ലെങ്കിൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ അങ്ങനെ തന്നെ കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് നോക്കാം. ദ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ പ്ലേസ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഇറ്റ് സെർവ്സ് എസ് എ വാല്യുബിൾ ഇൻഡിക്കേറ്റർ ഓഫ് ദ ഫേംസ് എബിലിറ്റി ടു യൂട്ടിലൈസ് എഫക്റ്റീവ്ലി ദ ഔട്ട്സൈഡ് സോഴ്സസ് ഓഫ് ഫണ്ട്. അപ്പോൾ ഔട്ട്സൈഡ് സോഴ്സസ് വെച്ച് നമ്മൾ എത്രമാത്രം സെയിൽസ് ഉണ്ടാക്കുന്നുണ്ട്, അതിൽ എത്രയാണ് നമ്മുടെ പ്രോഫിറ്റ് എന്നാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഓൾസോ സെർവ്സ് എസ് ഇമ്പോർട്ടൻറ്റ് ടൂൾ ഇൻ ഷേപ്പിംഗ് ദ പ്രൈസിംഗ് പോളിസി ഓഫ് ദ ഫേം. അപ്പോൾ ഇതിനനുസരിച്ചാണ് നമ്മൾ സെയിൽസ് പ്രൈസ് ഡിസൈഡ് ചെയ്യുന്നത് അല്ലേ. ഗ്രോസ് പ്രോഫിറ്റ് ഇത്രയാണ് കിട്ടിയത്, ഇത്ര സെയിൽ ചെയ്തപ്പോൾ. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് രണ്ട് വേസ് ഉള്ളത്, ഒന്നുകിൽ നമ്മുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാം. അപ്പോൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് മെജോറിറ്റി നമ്മൾ എത്ര ഗ്രോസ് പ്രോഫിറ്റിന് അനുസരിച്ചായിരിക്കും. ദിസ് റേഷ്യോ ഹെൽപ്സ് ഇൻ അസർട്ടൈനിങ് വെദർ ദ ആവറേജ് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ ഗുഡ്സ് ഈസ് മെയിൻറ്റെയിൻഡ് ഓർ നോട്ട്. ഇപ്പോൾ നമ്മുടെ ആവറേജ് ഇത്ര പ്രോഫിറ്റ് ഉണ്ടായിരിക്കണം നമ്മൾ പറയും. പ്രോഫിറ്റ് എന്ന് വെച്ചാൽ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഇത്ര പ്രോഫിറ്റ് ഉണ്ടായിരിക്കണം എന്ന് പറയും ആവറേജ്ലി. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഫ്രം ദ ഫോളോയിങ് ഡാറ്റ യു ആർ റിക്വയർഡ് ടു കമ്പ്യൂട്ട് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കാണാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഓപ്പണിംഗ് ഇൻവെൻട്രി എന്ന് വെച്ചാൽ ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട് 60,000, പർച്ചേസ് തന്നിട്ടുണ്ട് 2 lakhs, വേജസ് തന്നിട്ടുണ്ട് 60,000. വേജസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എക്സ്പെൻസ്. ഇനി റവന്യൂ ഫ്രം ഓപ്പറേഷൻ തന്നിട്ടുണ്ട് 5 lakhs, ക്ലോസിംഗ് ഇൻവെൻട്രി എന്ന് വെച്ചാൽ ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട് 50,000, ക്യാരേജ് തന്നിട്ടുണ്ട്. ക്യാരേജ് വെറുതെ ഇത് മാത്രം തന്നു കഴിഞ്ഞാൽ നമുക്ക് ക്യാരേജ് ഇൻവേർട്സ് ആയിട്ട് എടുക്കാം, ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് തന്നെ കാണിക്കാം. 30,000 തന്നിട്ടുണ്ട് ക്യാരേജ്. അപ്പോൾ ഇത്രയും ഡാറ്റ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കാണാനാണ്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് ആദ്യം കണ്ടുപിടിക്കണം, ഡിവൈഡ് ബൈ റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഇൻറ്റു 100 ചെയ്യാം. അപ്പോൾ ആദ്യം ഇങ്ങനെ ഗ്രോസ് പ്രോഫിറ്റ് ഒക്കെ കാണുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഈക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഇൻറ്റു 100. ആദ്യം ഇക്വേഷൻ എഴുതി. ഇനി ഇതിൽ ഗ്രോസ് പ്രോഫിറ്റ് കാണണം അല്ലേ. ഗ്രോസ് പ്രോഫിറ്റ് എന്തായിരുന്നു, സെയിൽസ് മൈനസ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ആലോചിക്കുക, സെയിൽസ് മൈനസ് ടു ഡെബിറ്റ് സൈഡ് ആലോചിക്കുക ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇങ്ങനെ വേണം ആലോചിക്കാൻ. ആദ്യം സെയിൽസ്, പിന്നെ അതല്ലാത്ത ബാക്കി എന്തൊക്കെ നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഉണ്ടെന്ന് നോക്കുക. അതിൽ ഡെബിറ്റ് സൈഡിലുള്ള ആഡ് ചെയ്യുക, ക്രെഡിറ്റ് സൈഡിലുള്ള മൈനസ് ചെയ്യുക. അപ്പോൾ 5 lakh ആണ് നമ്മുടെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ നമ്മൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് എന്തൊക്കെ മൈനസ്, അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യണം, നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ആലോചിക്കുക. അതിലാദ്യം ഓപ്പണിംഗ് സ്റ്റോക്ക് 60,000, പർച്ചേസ് 2 lakh, പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് 2 ഉണ്ട്, വേജസ് ഉണ്ട് 60,000, ക്യാരേജ് ഉണ്ട് 30,000. ഇതെല്ലാം കൂടി ആഡ് ചെയ്യാം. ക്രെഡിറ്റ് സൈഡിൽ എന്തായിരുന്നു, ക്ലോസിംഗ് സ്റ്റോക്ക് അല്ലേ. ക്ലോസിംഗ് സ്റ്റോക്ക് 50,000 മൈനസ് ചെയ്യാം. ആ വാല്യൂ എന്ത് ചെയ്യാം, 5 lakh നിന്ന് മൈനസ് ചെയ്യാം. സെയിൽസിൽ നിന്ന് ഇതെല്ലാം കൂടിയുള്ള വാല്യൂ മൈനസ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കൂടി അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് 3 lakhs കിട്ടും. അപ്പോൾ 5 lakh-ന് 3 lakh മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 2 lakh കിട്ടി. ഇനി റവന്യൂ ഫ്രം ഓപ്പറേഷൻ നമുക്കറിയാം, ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് 5 lakhs ആണ്. അപ്പോൾ ഡയറക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കിട്ടും. ഗ്രോസ് പ്രോഫിറ്റ് 2 lakh ഡിവൈഡഡ് ബൈ 5 lakh ഇൻറ്റു 100. അപ്പോൾ 40% ആണ് നമ്മുടെ റേഷ്യോ. ഇനി രണ്ടാമത്തെ റേഷ്യോ എന്ന് പറയുന്നത് ജനറൽ പ്രോഫിറ്റബിലിറ്റി റേഷ്യോയിൽ രണ്ടാമത്തെ റേഷ്യോ ആണ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ റേഷ്യോ എന്ന് പറയും. ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്താ, ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ സെയിൽസ്. അതേപോലത്തെ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഇസ് ദ റേഷ്യോ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ടു റവന്യൂ ഫ്രം ഓപ്പറേഷൻ. ഇറ്റ് മെഷേഴ്സ് ദ പ്രോഫിറ്റ് പെർ റുപ്പി ഓഫ് സെയിൽസ്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഒരു സെയിൽസിൽ എത്ര പെർസെൻറ്റേജ് ആണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ഡിവൈഡിങ് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ബൈ ദ നെറ്റ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് വേണം നമ്മൾ എടുക്കാൻ. അപ്പോൾ ഇക്വേഷൻ എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ഇൻറ്റു 100. നെറ്റ് പ്രോഫിറ്റ് എന്തായിരുന്നു, നമ്മുടെ നേരത്തെ ഗ്രോസ് പ്രോഫിറ്റിന് ഇങ്ങനെ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് കാണാം. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ട്രേഡിംഗ് അക്കൗണ്ട് കഴിഞ്ഞ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എടുക്കണം. അപ്പോൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ടാവും, അതേപോലെ അതർ ഇൻകംസ് ഉണ്ടാവും. ഡെബിറ്റ് സൈഡിൽ കുറേ ഇൻഡയറക്റ്റ് എക്സ്പെൻസസും ലോസസും ഒക്കെ ഉണ്ടാവും, പിന്നെ ടാക്സും ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ട് അല്ലേ എന്ന് വെച്ചാൽ ഗ്രോസ് പ്രോഫിറ്റ് പ്ലസ് അതർ ഇൻകം
മൈനസ് എന്തൊക്കെ വരും, ഡെബിറ്റ് സൈഡിലുള്ള എല്ലാ ഐറ്റംസും, ടാക്സും കൂടെ കൂട്ടിയിട്ട്. അത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റ് ഈക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് എന്താ മൈനസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആൻഡ് ലോസസും ടാക്സും മൈനസ് ചെയ്യണം. ഗ്രോസ് പ്രോഫിറ്റിനോട് ആഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന അതർ ഇൻകം ആണ്. അപ്പം നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് നോർമലി ഉള്ള നെറ്റ് പ്രോഫിറ്റ് തന്നെ. പിന്നെ ഇതിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആൻഡ് ലോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ വരും, ഓഫീസ് എക്സ്പെൻസ്, സെല്ലിംഗ് എക്സ്പെൻസ്, ഇൻട്രസ്റ്റ് ഓൺ ലോങ് ടേം ബോറോയിങ്സ് പ്ലസ് ആക്സിഡന്റൽ ലോസസ് എല്ലാം വരും. എന്ന് വെച്ചാൽ നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ്സിൽ കാണിക്കുന്ന എല്ലാ ഐറ്റംസും. In this context, the term net profit means net profit after interest and tax but before dividend. ഇപ്പോൾ ഡിവിഡൻഡ് കൊടുക്കുന്നതിന് മുന്നേയുള്ള നെറ്റ് പ്രോഫിറ്റ് എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റും ടാക്സും എല്ലാം മൈനസ് ചെയ്ത നെറ്റ് പ്രോഫിറ്റ് ആണ് ഇവിടെ എടുക്കുന്നത്. ഇനി നെറ്റ് പ്രോഫിറ്റ് റേഷ്യോയുടെ സിഗ്നിഫിക്കൻസ് നോക്കാം. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഈസ് എൻ ഇൻഡെക്സ് ഓഫ് എഫിഷ്യൻസി ആൻഡ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ ബിസിനസ്. ബിസിനസിൻ്റെ എഫിഷ്യൻസിയും പ്രോഫിറ്റബിലിറ്റിയും ഒക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. ദിസ് റേഷ്യോ ഇസ് യൂസ് ടു മെഷർ ദ ഓവറോൾ പ്രോഫിറ്റബിലിറ്റി. നെറ്റ് പ്രോഫിറ്റ്, മറ്റേത് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് ആണ്, ഇത് ഓവറോൾ പ്രോഫിറ്റബിലിറ്റി. ആൻഡ് ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ടു പ്രൊപ്രൈറ്റേഴ്സ്. ഹയർ ദ റേഷ്യോ ബെറ്റർ ഇസ് ദ ഓപ്പറേഷണൽ എഫിഷ്യൻസി ഓഫ് ദ കൺസേൺ. ഇപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് അത് നമ്മുടെ ഓണേഴ്സിന് അവൈലബിൾ അല്ല. ഓണേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് ആണല്ലോ, അതിൽ ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഗ്രോസ് പ്രോഫിറ്റിന് ഇനിയും കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചാർജ് ചെയ്യാനുണ്ട്, അതർ എക്സ്പെൻസസ് ഒക്കെ ചാർജ് ചെയ്യാനുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രൊപ്രൈറ്റേഴ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ള റേഷ്യോ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ആണ്. നമുക്ക് നെറ്റ് പ്രോഫിറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഫ്രം ദ ഫോളോയിങ് ഡാറ്റ യു ആർ റിക്വയർഡ് ടു കമ്പ്യൂട്ട് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് തന്നിരിക്കുന്നത് സെയിൽസിൻ്റെ 3,50,000, നെക്സ്റ്റ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് തന്നിട്ടുണ്ട് 1,50,000, അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് തന്നിട്ടുണ്ട് 50,000, സെല്ലിംഗ് എക്സ്പെൻസ് തന്നിട്ടുണ്ട് 10,000. ഇപ്പം നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ റവന്യൂ ഫ്രം ഓപ്പറേഷൻ. റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ സെയിൽസ് നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രണ്ട് രീതി ചെയ്യാം. ഒന്ന് ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് അഡ്മിനിസ്ട്രേഷൻ, സെല്ലിംഗ് എക്സ്പെൻസ് അതൊക്കെ മൈനസ് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഡയറക്റ്റ് സെയിൽസിൽ നിന്ന് എല്ലാ എക്സ്പെൻസും മൈനസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം നമുക്കൊന്ന് ചെയ്യാം. സെയിൽസിൽ നിന്ന് എല്ലാ എക്സ്പെൻസും മൈനസ് ചെയ്യാന്ന് വെച്ചാൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് അല്ലേ. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്താണ്, ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ്, അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്കൊക്കെ മൈനസ് ചെയ്തിട്ടാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൽസിന് ശരിക്കും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഗ്രോസ് പ്രോഫിറ്റ് ആണ്. അതിൽ നിന്ന് ബാക്കിയുള്ള എക്സ്പെൻസും കൂടി മൈനസ് ചെയ്യാം. അപ്പം ഡയറക്റ്റ്ലി ഒരുമിച്ച് തന്നെ മൈനസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പിൽ ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് മൈനസ് ചെയ്യാം. ഇപ്പം നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ആദ്യം എന്താണ്, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ഇൻറ്റു 100. എൻ്റെ നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുക, സെയിൽസിൽ നിന്ന് എന്ത് ചെയ്യണം, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്യണം, അതേപോലെ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് മൈനസ് ചെയ്യണം, സെല്ലിംഗ് എക്സ്പെൻസ് മൈനസ് ചെയ്യണം. വെച്ചാൽ എല്ലാതരം കോസ്റ്റും എക്സ്പെൻസും എല്ലാം മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് രണ്ട് സ്റ്റെപ്പായിട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ചെയ്യണം, ആദ്യം നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്തിട്ട് ഗ്രോസ് പ്രോഫിറ്റ് കാണണം. അതിനുശേഷം അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സെല്ലിംഗ് എക്സ്പെൻസ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ മൈനസ് ചെയ്യാം. ഞാനിവിടെ എല്ലാം കൂടി ഒരുമിച്ചാണ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസും സെല്ലിംഗ് എക്സ്പെൻസും എല്ലാം കൂടി മൈനസ് ചെയ്തിട്ട് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടി 1,40,000. ഇനി റവന്യൂ ഫ്രം ഓപ്പറേഷൻ നമ്മളെ ക്വസ്റ്റിൽ ഓൾറെഡി തന്നിട്ടുണ്ട് 3,50,000. ഇപ്പം നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഈക്വൽ ടു 1,40,000 ഡിവൈഡഡ് ബൈ 3,50,000 ഇൻറ്റു 100. അപ്പം നമുക്ക് എത്ര പെർസെൻറ്റേജ് കിട്ടും, 40% കിട്ടും. അപ്പം നിങ്ങൾ ആകെ ഇതിലുള്ള കോംപ്ലിക്കേഷൻ വരാനുള്ള നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അപ്പം എങ്ങനെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നിക്ക് സെയിൽസ് തന്നിട്ടുണ്ടാവും, സെയിൽസ് വരുവാണെങ്കിൽ സെയിൽസിൽ നിന്ന് എല്ലാ എക്സ്പെൻസും മൈനസ് ചെയ്യാം. ഇനി ഗ്രോസ് പ്രോഫിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ആ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് തന്നിട്ടുണ്ടെങ്കിൽ അത് പിന്നെയും മൈനസ് ചെയ്യാൻ പാടില്ല. അത് ഓൾറെഡി മൈനസ് ചെയ്തിട്ടാണ് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് തന്നിട്ടുണ്ടാവുക. ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ബാക്കിയുള്ള എക്സ്പെൻസസ് നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ചാർജ് ചെയ്യുന്ന എല്ലാ എക്സ്പെൻസസും മൈനസ് ചെയ്ത് കാണിച്ചാൽ മതി. ഇനി എന്തെങ്കിലും അതർ ഇൻകം തന്നിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം. ഗ്രോസ് പ്രോഫിറ്റ് പ്ലസ് അതർ ഇൻകം വെച്ചാൽ നമ്മുടെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ് ആലോചിക്കുക, അത് ആഡ് ചെയ്യുക, ബാക്കിയെല്ലാം മൈനസ് ചെയ്യാം. നെക്സ്റ്റ് ഉള്ളത് തേർഡ് വണ് ഓപ്പറേറ്റിംഗ് റേഷ്യോ ആണ്. ഓപ്പറേറ്റിംഗ് റേഷ്യോ ഇസ് ദ പ്രൊപ്പോർഷൻ ഓഫ് ഓപ്പറേഷണൽ കോസ്റ്റ് ഓഫ് എ ബിസിനസ് ടു ഇറ്റ്സ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ. ഇപ്പോൾ ഇതിലെല്ലാ റേഷ്യോസിലും താഴെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ വരുന്നത്, അതുകൊണ്ട് കൺഫ്യൂഷൻ ഇല്ല. It is an important ratio used to ascertain the general profitability of a concern. It is calculated by dividing
ടോട്ടൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ബൈ റവന്യൂ ഫ്രം ഓപ്പറേഷൻ. അപ്പോൾ ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്ന് പറയുമ്പോൾ തന്നെ എന്താ അറിയാം നമുക്ക്, ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഇൻറ്റു 100 ആണ്. ഇതിൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്താണെന്ന് നോക്കാം. കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ്, കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് മൈനസ് ഓപ്പറേറ്റിംഗ് ഇൻകം. ഇതിനോട് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആഡ് ചെയ്യാം, ഓപ്പറേറ്റിംഗ് ഇൻകം മൈനസ് ചെയ്യാം. ഇതിൽ എന്താണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് നോക്കാം. എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ്, ഡെപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസ്, അതർ എക്സ്പെൻസ്, ഇതെല്ലാം കൂടി ആഡ് ചെയ്താണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് അല്ലേ. അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, ഈ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആഡ് ചെയ്യാം, മൈനസ് ഓപ്പറേറ്റിംഗ് ഇൻകം ചെയ്യാം. സിഗ്നിഫിക്കൻസ് നോക്കാം. ദ ഓപ്പറേറ്റിംഗ് റേഷ്യോ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എഫിഷ്യൻസി റേഷ്യോസ്. ദിസ് ഇഫ് ദ റേഷ്യോ ഈസ് ലോ ഇറ്റ് ഈസ് എൻ ഇൻഡിക്കേഷൻ ഓഫ് ഹൈ പ്രോഫിറ്റബിലിറ്റി. എന്തുകൊണ്ടാണ് ലോ ആകുമ്പോൾ ഹൈ പ്രോഫിറ്റബിലിറ്റി ആവുന്നത്? കോസ്റ്റ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലേ. സെയിൽസിൽ എത്രമാത്രം കോസ്റ്റ് ഉണ്ടെന്ന്. അപ്പോൾ കോസ്റ്റ് കൂടുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, നമ്മൾ പ്രോഫിറ്റ് കുറഞ്ഞു എന്നല്ലേ. അതുകൊണ്ടാണ് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ കോസ്റ്റ് കൂടുകയാണെങ്കിൽ നമ്മൾ റേഷ്യോ കൂടും, റേഷ്യോ കൂടുകയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കുറവാണെന്ന് അർത്ഥം. എക്സ്പെൻസ് അല്ലെങ്കിൽ കോസ്റ്റ് കൂടിക്കഴിഞ്ഞാൽ ബാക്കി പ്രോഫിറ്റ് കുറവല്ലേ ഉണ്ടാവുള്ളൂ. ഇഫ് ദ റേഷ്യോ ഇസ് ഹൈ ദ പ്രോഫിറ്റബിലിറ്റി വിൽ ബി ലോ. അപ്പോൾ റേഷ്യോ ഹൈ ആണെങ്കിൽ പ്രോഫിറ്റബിലിറ്റി ലോവും, റേഷ്യോ ലോ ആണെങ്കിൽ പ്രോഫിറ്റബിലിറ്റി ഹൈയും ആയിരിക്കും. ഇപ്പം നമ്മളിപ്പം ഓപ്പറേറ്റിംഗ് റേഷ്യോ പഠിച്ചു. ഇനി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞിട്ട് ഒരു റേഷ്യോ ഉണ്ട്. എന്ന് വെച്ചാൽ ഇതിന് നേരെ ഓപ്പോസിറ്റ്. നമ്മൾ നേരത്തെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ഇതല്ലേ പഠിച്ചത്, ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഡിവൈഡ് ബൈ റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഇൻറ്റു 100 ആണ് പഠിച്ചത്. ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഇൻറ്റു 100 ആണ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓപ്പറേറ്റിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിയായിരിക്കും അല്ലേ, കോസ്റ്റ് എത്രയാണോ അതിൻ്റെ ബാക്കിയായിരിക്കും പ്രോഫിറ്റ്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് നേരെ ഇങ്ങനെ ചെയ്താൽ മതി. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ഈക്വൽ ടു 100 മൈനസ് ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്ന് പറഞ്ഞ് ചെയ്താലും മതി. ഇനി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് നോക്കുക. റവന്യൂ ഫ്രം ഓപ്പറേഷൻ മൈനസ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആണ്. ഓർ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈക്വൽ ടു നേരെ തിരിച്ച് നമുക്ക് ചെയ്യാം, നെറ്റ് പ്രോഫിറ്റിന് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലേക്ക് ആണെങ്കിൽ നെറ്റ് പ്രോഫിറ്റിന് എല്ലാ എക്സ്പെൻസും ആഡ് ചെയ്തിട്ട് എല്ലാ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകവും ലെസ് ചെയ്തും കാണിക്കാം. ഇതിലും ബെറ്റർ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഓപ്പറേറ്റിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തിട്ട് 100 മൈനസ് ഓപ്പറേറ്റിംഗ് റേഷ്യോ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ഈസി. ഇനി അഞ്ചാമത്തെ റേഷ്യോ നോക്കാം, എക്സ്പെൻസ് റേഷ്യോ എന്നാണ്. എക്സ്പെൻസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദ റിലേഷൻഷിപ്പ് ഓഫ് ഈച്ച് ഐറ്റം ഓഫ് എക്സ്പെൻസ് ടു നെറ്റ് സെയിൽസ്. അപ്പോൾ നമ്മൾ നേരത്തെ ഒക്കെ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ റവന്യൂ ഫ്രം ഓപ്പറേഷൻ ആണ്. ഇവിടെ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇന്ന എക്സ്പെൻസ് എന്ന് പറയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വേജസ് പറയുകയാണെങ്കിൽ വേജസ് ഡിവൈഡഡ് ബൈ റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഇൻറ്റു 100. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് പറയുകയാണെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് ഡിവൈഡഡ് ബൈ റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഇൻറ്റു 100. അപ്പോൾ അത്രയുള്ള എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ this ratio can be calculated for each item of expense or group of expense like cost of sales ratio, administrative expense ratio, selling expense ratio, അങ്ങനെ ഏതെങ്കിലും ഒരു എക്സ്പെൻസ് വെച്ചോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് എക്സ്പെൻസ് വെച്ചോ നമുക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമുക്ക് പ്രത്യേകമായിട്ട് പഠിക്കാനൊന്നുമില്ല. പെർട്ടിക്കുലർ എക്സ്പെൻസ് റേഷ്യോ ഈക്വൽ ടു ആ പെർട്ടിക്കുലർ എക്സ്പെൻസ് ഡിവൈഡഡ് ബൈ റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഇൻറ്റു 100. Significance നോക്കാം. The lower the ratio, the greater is the profitability, and higher the ratio, the lower is the profitability. ഇപ്പോൾ റേഷ്യോ കുറവാണെങ്കിൽ എന്ന് വെച്ചാൽ എക്സ്പെൻസ് കുറവാണെങ്കിൽ പ്രോഫിറ്റബിലിറ്റി കൂടുതലും. നേരത്തെ നമ്മൾ പഠിച്ച പോലെ തന്നെ ഓപ്പറേറ്റിംഗ് റേഷ്യോയുടെ പോലെ തന്നെ ആണ് സിഗ്നിഫിക്കൻസ് വരുന്നത്. എന്നുവെച്ചാൽ എക്സ്പെൻസ് കൂടുമ്പോഴാണ് റേഷ്യോ കൂടുക, അതിനർത്ഥം പ്രോഫിറ്റ് കുറവാണെന്നാണ്. നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കൂടുതലാണെന്ന് പറയാം. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പം ഈ മൂന്നെണ്ണത്തിനും കൂടെ ഒരുമിച്ചൊരു ക്വസ്റ്റ്യൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം ദ ഫോളോയിങ് ഇൻകം സ്റ്റേറ്റ്മെന്റ് യു ആർ റിക്വയർഡ് ടു കമ്പ്യൂട്ട് ഓപ്പറേറ്റിംഗ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ആൻഡ് എക്സ്പെൻസ് റേഷ്യോ ഓഫ് വേജസ്. എക്സ്പെൻസ് റേഷ്യോ നമുക്ക് കണ്ടത് വേജസിൻ്റെ ആണ്. അപ്പോൾ ഏതിനെ വേണമെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വേജസിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അപ്പോൾ എന്തൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്, റവന്യൂ ഫ്രം ഓപ്പറേഷൻ തന്നിട്ടുണ്ട് 5 lakhs. റവന്യൂ ഫ്രം ഓപ്പറേഷൻ ആണ് എല്ലാത്തിനും താഴെ വരുന്നത് അല്ലേ. അതർ ഇൻകം ഇവിടെ ഇല്ല. അപ്പോൾ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് നമുക്ക് 5 lakhs തന്നെ. പിന്നെ എക്സ്പെൻസസ് തന്നിട്ടുണ്ട്, പർച്ചേസ് ഓഫ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്, സ്റ്റോക്ക് ഇൻ ട്രേഡ് 4 lakhs തന്നിട്ടുണ്ട്. ചേഞ്ച് ഇൻ ഇൻവെൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പണിംഗ് സ്റ്റോക്ക് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് അല്ലേ. അത് 60,000 ആണ് തന്നിരിക്കുന്നത്, നെഗറ്റീവ് 60,000 ആണ്. നെക്സ്റ്റ് എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് തന്നിട്ടുണ്ട്, അത് വേജസ് ആണെന്ന് പറയുന്നുണ്ട് 60,000. അപ്പോൾ നമ്മൾ വേജസ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ എമൗണ്ട് എടുത്താൽ മതി. നെക്സ്റ്റ് ഫിനാൻസ് കോസ്റ്റ് തന്നിട്ടുണ്ട് 20,000. അതിന് ഡിപ്രിസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസ്
ഇല്ലെന്നാണ് പറയുന്നത്. അതർ എക്സ്പെൻസ് തന്നിട്ടുണ്ട് 30,000. അപ്പോൾ ടോട്ടൽ എക്സ്പെൻസ് നമുക്ക് തന്നിരിക്കുന്നത് 4,50,000 ആണ്. അപ്പോൾ നമ്മളെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എത്ര വരും? 50,000 വരും അല്ലേ? അപ്പോൾ ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ എക്സ്പെൻസ് ആണ്. ഇപ്പോൾ ടോട്ടൽ റവന്യൂ 5 lakh മൈനസ് 4,50,000. അപ്പോൾ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് 50,000 കിട്ടി. അതിൽ നിന്ന് ടാക്സ് നമുക്ക് തന്നിട്ടുണ്ട് 10,000. ടാക്സ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 40,000 പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. അപ്പോൾ ഇത്ര ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഇനി നമ്മുടെ നോട്ട്സ് ടു അക്കൗണ്ട്സ് പറഞ്ഞിട്ട് നമ്മൾ ചേഞ്ച് ഇൻ ഇൻവെൻട്രിയുടെ കാൽക്കുലേഷൻ തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് 40,000 ക്ലോസിംഗ് സ്റ്റോക്ക് 1 lakh ആണ്. അപ്പം അതുകൊണ്ടാണ് നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് വരുമ്പോൾ നെഗറ്റീവ് ഫിഗർ വന്ന് 60,000. അപ്പോൾ ഇത്രയും ഇൻഫർമേഷനാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് ഓപ്പറേറ്റിംഗ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ, പിന്നെ എക്സ്പെൻസ് റേഷ്യോയിൽ വേജസിൻ്റെ എക്സ്പെൻസ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ കാൽക്കുലേഷൻ നോക്കാം. ആദ്യം ഓപ്പറേറ്റിംഗ് റേഷ്യോയിലെ കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് റേഷ്യോ ഈക്വൽ ടു ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഇൻറ്റു 100. അപ്പോൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പണിംഗ് സ്റ്റോക്ക് 40,000 പ്ലസ് പെർച്ചേസ് 4 lakhs പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് വേജസ് തന്നിട്ടുണ്ട് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ആയി. ഇനി ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരുന്നു? എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ്, ഡിപ്രിസിയേഷൻ, അതർ എക്സ്പെൻസ്. അപ്പോൾ എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസിൽ വേജസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേജസ് നമ്മൾ ഓൾറെഡി കാൽക്കുലേഷനിൽ എടുത്തു, പിന്നെ എടുക്കണ്ട. ഡിപ്രിസിയേഷൻ അമോർട്ടൈസേഷൻ എക്സ്പെൻസ് ഇല്ല. അതർ എക്സ്പെൻസ് നമുക്ക് തന്നിട്ടുണ്ട് 30,000. അപ്പോൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൽ ഇനിയിപ്പോൾ അതർ എക്സ്പെൻസ് മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മുടെ എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസിൽ വേജസും സാലറീസും സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. വേജസ് എന്ത് ചെയ്യണം? നമ്മൾ കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷനിൽ എടുക്കണം. സാലറി ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിനകത്തായിട്ട് എടുക്കണം. അപ്പോൾ ഇവിടെ വേജസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4,30,000 കിട്ടി ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. റവന്യൂ ഫ്രം ഓപ്പറേഷൻ നമ്മളെ കോസ്റ്റിൽ ഓൾറെഡി തന്നിട്ടുണ്ട് 5 lakhs. അപ്പോൾ ഓപ്പറേറ്റിംഗ് റേഷ്യോ ഇത്രയായി 4,30,000 ഡിവൈഡഡ് ബൈ 5 lakhs ഇൻറ്റു 100. അപ്പോൾ 86% വരും അല്ലേ? നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്ന ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ആണ്. 100 മൈനസ് ഓപ്പറേറ്റിംഗ് റേഷ്യോ ചെയ്താൽ മതി. അപ്പോൾ 100 മൈനസ് 86 ഈക്വൽ ടു 14%. തിരിച്ച് ചെയ്ത് നോക്കുന്നവർക്ക് തിരിച്ച് ചെയ്ത് നോക്കാം. എങ്ങനെയായിരിക്കും ബെറ്റർ ഓപ്ഷൻ എന്നാണ് ഞാൻ പറയുന്നുള്ളൂ. ഇനി വേജസിൻ്റെ എക്സ്പെൻസ് റേഷ്യോ കാണണം. അപ്പോൾ വേജസ് ഡിവൈഡഡ് ബൈ റവന്യൂ ഫ്രം ഓപ്പറേഷൻ. വേജസ് നമ്മളെ കോസ്റ്റിൽ തന്നിട്ടുണ്ട് 60,000 അല്ലേ? ഡയറക്റ്റ് തന്നിട്ടുണ്ട് നമുക്ക് 60,000. റവന്യൂ ഫ്രം ഓപ്പറേഷൻ നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട് 5 lakhs. അപ്പോൾ വേജ് എക്സ്പെൻസ് റേഷ്യോ ഈക്വൽ ടു 60,000 ഡിവൈഡഡ് ബൈ 5 lakhs ഇൻറ്റു 100. അപ്പോൾ എത്ര വരും? 12% വരും. അപ്പോൾ നമുക്ക് വേജ് എക്സ്പെൻസ് റേഷ്യോയുടെ പകരം എന്ത് എക്സ്പെൻസ് ഇപ്പോൾ ഫിനാൻസ് കോസ്റ്റിൻ്റെ തന്നു കഴിഞ്ഞാൽ ഫിനാൻസ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഇൻറ്റു 100 ചെയ്താൽ മതി. അപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസിൽ വരുന്ന ജനറൽ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ആണ്. ജനറൽ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ പഠിച്ചു. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് വെച്ചാൽ ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ പഠിച്ചു. നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. നെക്സ്റ്റ് ഓപ്പറേറ്റിംഗ് റേഷ്യോ പഠിച്ചു. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. ഈ സെയിൽസ് എന്ന് പറഞ്ഞാൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻ. നെക്സ്റ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് എക്സ്പെൻസ് റേഷ്യോ ആണ്. അത് ഏത് എക്സ്പെൻസിനാണോ നമ്മളോട് കാണാൻ പറഞ്ഞാൽ ആ എക്സ്പെൻസ് ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. ഇത്രയേ ഉള്ളൂ. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് റേഷ്യോസാണ് പഠിച്ചത്. നമുക്ക് നാളെ അല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ഓവറോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ആണ് ഇനി പഠിക്കാനുള്ളത്. അപ്പോൾ ഇതുവരെയുള്ള എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ചെയ്ത് നിങ്ങൾക്ക് ടെക്സ്റ്റിലുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കണം. ഇലസ്ട്രേഷനും എക്സസൈസും ഒക്കെ ചെയ്ത് നോക്കാം. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ചോദിച്ചാൽ മതി. ഫേസ്ബുക്ക് ഇതിന് നമ്മളെ യൂട്യൂബിൽ ഇതിൽ ചോദിക്കുവാണെങ്കിൽ ചിലപ്പോൾ ക്ലിയർ ആവണമെന്നില്ല. മറ്റേതാകുമ്പോൾ നമുക്ക് കോൺവെർസേഷൻ ആയിട്ട് തന്നെ ക്ലിയർ ചെയ്യാം. നിങ്ങൾക്ക് ഫോട്ടോ അയച്ചിട്ട് ഇന്ന ഡൗട്ട് നോക്കി ക്ലിയർ ആയിട്ട് ചോദിക്കാൻ പറ്റും. അപ്പോൾ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഇൻസ്റ്റഗ്രാമിൽ ചോദിച്ചാൽ മതി. ഇൻസ്റ്റാഗ്രാമിൻ്റെ ID നമ്മളെ യൂട്യൂബിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പം അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുവരേക്കും ഹാപ്പി ലേണിംഗ്.